ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളുടെ മനസ്സിൽ വളരെ കൃത്യമായിട്ട് തന്നെ പതിച്ചിട്ടുണ്ട് എന്ന ഉറപ്പിലാണ്. എന്നാൽ തന്നെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിൽ താല്പര്യം. നേത്രാവതി പുഴയുടെ തീരത്തുള്ള മഞ്ജുനാഥ ക്ഷേത്രം കേരളവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രമാണ്. കാരണം കേരളത്തിൽ ധാരാളം തീർത്ഥാടകർ അവിടെ പോവുകയും നേത്രാവതി പുഴയിൽ കുളിച്ച് ഈ പറയുന്ന മഞ്ജുനാഥ ക്ഷേത്രത്തിൽ തൊഴുത് സാഹിത്യം കൊണ്ടുകൊണ്ട് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് കേരളവുമായി ബന്ധപ്പെട്ടത്. പൊതുവെ ക്ഷേത്രങ്ങൾ നമ്മൾ പറയും ആരാധനാലയങ്ങളാണ്, ദേവന്റെ ഇരിപ്പിടമാണെന്നൊക്കെ പറയുമ്പോൾ വളരെയധികം അപകടങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. കാരണം ഹിന്ദു ക്ഷേത്രങ്ങളിലെ ദൈവങ്ങൾ തന്നെ ആയുധധാരികളാണ്. സംശയമില്ലായിരുന്നു. കൂടുതൽ ഞാൻ ഡിഗ്രിയിൽ സംസാരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. മുഴുവൻ ആയുധധാരികളാണ്. കാഞ്ചാലയുടെ കൃത്യമായ കണ്ടെത്തലുകൾ തമിഴ്നാട്ടിലെ പെരിയോർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലെ ബിംബങ്ങൾ അടിച്ചുടച്ച് റോഡുകളിലെ കല്ലുകളിൽ പകരം ഉപയോഗിക്കുന്നു. ആലോചിച്ചു. പേരിയെ പോലെ പെരിയോർ വിളിക്കുന്ന അദ്ദേഹം പോലും അതിന് ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ക്ഷേത്രങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിസ്സംശയം തെളിയിക്കുന്ന ഒരു സംഭവം നമുക്കറിയാം. കാഞ്ചി കാമകോടി ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ശങ്കരാചാര്യ മഠം. അവിടുത്തെ മഠാധിപതിയെ ഇതേപോലെ മതത്തിൽ വിശ്വസിക്കുന്ന, അമിതമായി വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ജയലളിത. ആ അമ്പലത്തിലെ ഓഡിറ്ററായിരുന്ന ഒരു CA-കാരനെ ഈ പറയുന്ന ശങ്കരാചാര്യൻ തന്നെ വേണ്ട ആസൂത്രണം ചെയ്ത് കൊല ചെയ്ത കാര്യത്തിൽ ശങ്കരാചാര്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുവാൻ അന്നത്തെ കുമാരി ജയലളിതയ്ക്ക് യാതൊരു സംഭവവും വേണം. കാരണം ശങ്കരാചാര്യയുടെ അതിൽ അദ്ദേഹം കാഞ്ചികാമകോടി ഇന്ത്യയിൽ അറിയപ്പെടുന്ന ശങ്കരാചാര്യ സ്ഥാപിക്കുന്ന മഠങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മഠമാണ്. കോടിക്കണക്കിന് സ്വത്തിൻ്റെ ആസ്തിയാണ്. അത് മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ ശങ്കരാചാര്യയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയെല്ലാം നടക്കുന്ന സംഭവങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ശ്രീകുമാരൻ പറഞ്ഞതിനെ ഞെട്ടിപ്പിക്കുന്ന സംഭവം, മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ്, റിഫ്ലക്ഷനാണ്, റിയാക്ഷനാണ്, റെവെർബറേഷനാണ്. ഇപ്പോൾ ഒരു വിസിൽ ബ്ലോയർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതേപോലെയുള്ള ഡെഡ് ബോഡീസ് ബറി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ, മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ജോലിക്കാരൻ ഇപ്പോൾ എക്സ്പോസ് ചെയ്തു. അയാളുടെ ജീവൻ അപകടത്തിലാണെന്നായിരുന്നു വളരെ സംശയമില്ല. എത്രയോ ജീവിതത്തിലാണ് പോയി. പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ധാരാളം കുട്ടികൾ മൈസൂർ പഠിക്കാൻ പോകുന്നുണ്ട്, പെൺകുട്ടികൾ തന്നെ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്നുണ്ട്. പല പെൺകുട്ടികളും തിരിച്ചെത്താത്ത സംഭവങ്ങൾ കേരളത്തിൽ. എൻ്റെ അറിവ് പൂർണ്ണമായിട്ട് ശരിയായിട്ടൊന്നുമില്ല. പലപ്പോഴും ബാംഗ്ലൂർ മൈസൂർ പഠിക്കുന്ന കുട്ടികൾ യാത്ര ചെയ്യുന്നതായിട്ട്, ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതായിട്ട് നമ്മുടെ പത്രപ്രവർത്തകരും അതേപോലെയുള്ള ആൾക്കാരും പലപ്പോഴും ഉൾപ്പെടുകയാണ്. അവരെങ്കിലും യാത്ര ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ അത് ചെയ്യുന്നതിനുള്ള വിവരങ്ങളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ എത്രയോ വിക്ടിംസ് ഉണ്ടാകാം, എത്രയോ ഇരകളുണ്ടാകാം. കാരണം അങ്ങനെ ഇരകൾ അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം അറിയില്ല. അവരെ സഹോദരന്മാർക്കോ അല്ലെങ്കിൽ സഹോദരിമാർക്കോ വേണ്ടപ്പെട്ടവർക്കോ ഈ വിവരം പുറത്ത് അറിയാൻ താല്പര്യം ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം എന്താ പറയുക, എക്സ്റ്റിങ്ക്റ്റ് ആയി നമ്മൾ ആരും അറിയാതെ
ഇല്ലാതെ. നമ്മൾ ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ട രണ്ട് വ്യക്തികളുണ്ട് കർണാടകയിൽ. ഒന്ന് അവിടുത്തെ കർണാടക യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന എം കൽബുർഗി. ഓർമ്മയുണ്ടാവും. എം കൽബുർഗി വൈസ് ചാൻസലറായിരുന്നു, വലിയ മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെ ഈ വിഭാഗം ജനങ്ങൾ തന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ എന്താണ് കാരണം? കൽബുർഗി എന്ന് പറയുന്ന ആ പണ്ഡിതൻ ഈ ഹിന്ദു മതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ ഊർജ്ജമെല്ലാം ലഭിച്ചത് 1200-ാം ആണ്ടിൽ കർണാടകയിൽ ജീവിച്ചിരുന്ന ബസവണ്ണൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ. ആരായിട്ട് ബസവണ്ണൻ? ഒരു ബ്രാഹ്മണത്തിൽ ജനിച്ച് പൂണൂലും അതേമാതിരി കുടുംബയും ധരിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ആ കുടുംബത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ബസവണ്ണൻ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഒരു ബോധോദയം നൽകുകയും ഈ ഹിന്ദുമതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾ പറയുന്നുള്ളൂ, ആചാരങ്ങൾ പറയുന്നില്ല, അനാചാരങ്ങൾ മനുഷ്യകുലത്തിന് എതിരാണ്, അതുകൊണ്ട് അതിനെ എതിർക്കേണ്ടതാണ് എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ ബസവണ്ണൻ കുടുംബ മുറിച്ചെറിഞ്ഞു. പരസ്യമായി പൂന്നൂൽ പറിച്ച് കളഞ്ഞു. അദ്ദേഹം ആ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ ചെരുപ്പ് കുട്ടികളെയും തോട്ടികളെയും അതേപോലെ കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് നിരന്തരമായി ഹിന്ദുസത്തിൽ നടക്കുന്ന ഈ അനാചാരങ്ങൾക്കെതിരെ പോരാട്ടം നടത്തിയ ചരിത്രം നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാം. അദ്ദേഹം പറഞ്ഞത്, ശരീരമാണ് ക്ഷേത്രം, നിങ്ങളുടെ ഓരോരുത്തരും ശരീരമാണ് ക്ഷേത്രം, നിങ്ങളുടെ ശിരസ്സാണ് ശ്രീകോവിൽ, നിങ്ങളുടെ കാലുകളാണ് ഈ ശരീരത്തെയും ശ്രീകോവിലെയും താങ്ങി നിർത്തുന്നത്. നിങ്ങൾ വേറെ എവിടേക്ക് പോകേണ്ട, ക്ഷേത്രങ്ങൾ തച്ചുടയ്ക്കണം എന്നാണ് ബസവണ്ണൻ. ആ ബസവണ്ണന്റെ കാലടികൾ പിന്തുടർന്നുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വൈസ് ചാൻസലർ കൽബുർഗി കർണാടകയിൽ ഒരു നവോത്ഥാനത്തിന് നേതൃത്വം നൽകി. അദ്ദേഹത്തെ ആക്രമിക്കുന്നുണ്ട് ഈ ദേവദാസി സമ്പ്രദായം. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേവദാസി സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കർണാടകയാണ്. ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ദേവദാസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ദേവന് ദാസി പ്രവൃത്തി. ദേവൻ എന്ന് പറഞ്ഞാൽ ദേവന്റെ പ്രതീതികളായിട്ട് വരുന്നത് ഈ പറയുന്ന പൂണൂൽകാരികളാണ്. അവരുടെ എല്ലാവിധ താല്പര്യങ്ങളും, ഇവിടെ സൂചിപ്പിച്ച ലൈംഗിക താല്പര്യങ്ങൾ വരെ നിവർത്തിച്ചു കൊടുക്കുവാൻ ഈ പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് പ്രായം കഴിഞ്ഞാൽ അവരെ തിരസ്കരിക്കുകയും ഇതേപോലെ തന്നെ ആരാച്ചാരന്മാരെ വെച്ച്, ആരാച്ചാരങ്ങളോട് വാക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല, ആ ആരാച്ചാരന്മാരെ വെച്ച് അവരെ കൊന്നൊടുക്കി അവരെ ശരീരം പോലും അതിൻ്റെ അംശം പോലും കാണാത്ത രൂപത്തിൽ നിഷ്കാസനം ചെയ്യുന്ന ഒരു പാരമ്പര്യം, ഒരു ആചാരം വളരെ കാലമായിട്ട് കർണാടകയിൽ നിലനിൽക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. കൽബുർഗിയുടെ കൊലപാതകരെ ശ്രീരാമസേന, വാനരസേന എന്നൊക്കെ പറഞ്ഞ എത്രയോ സേനകളുണ്ട്. നമ്മൾ അറിയുന്ന പോലെ ഇന്ന് ഈ പറയുന്ന ഹിന്ദുത്വവാദം നിങ്ങളെല്ലാവരും യോജിക്കുന്നു എനിക്കറിയില്ല. നമ്മളൊക്കെ ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വം അനുകരിക്കുന്നവരാകാം. പക്ഷേ ഹിന്ദുത്വത്തിലെ ഈ പറയുന്ന ഹിന്ദുക്കളുടെ അനാചാരങ്ങൾ തിരസ്കരിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്, അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ ഈ ഹിന്ദുത്വം ഇതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ധർമ്മശാലയിൽ അല്ലെങ്കിൽ ധർമ്മസ്ഥലയിൽ നടക്കുന്നത് പോലെയുള്ള ഒരു വിഭാഗത്തിൻ്റെ കീഴിൽ മുഴുവൻ വിഭവങ്ങൾ സമ്പത്ത് മാത്രമല്ല, മണ്ണ് മാത്രമല്ല, സ്ത്രീകളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇന്ത്യ രാജ്യത്തെ 2014 മുതൽ ആധിപത്യം പുലർത്തി.
അത് മുമ്പേ ഉണ്ട്, 1925 മുതൽ തന്നെ ഉണ്ട്. പക്ഷേ 2014 പ്രകടമായി അവർ അധികാരത്തിൽ സ്ഥാനത്ത് എത്തുകയും അതിൻ്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്ത് വിദേശത്തായി 1,50,000 പേർ, നിങ്ങൾ എടുത്തോളൂ, കണക്കെടുത്തോളൂ, അല്ലെങ്കിൽ ടേക്ക് ഫ്രം മീ, 1,50,000 പേർ സർവ്വവിധ സൗകര്യങ്ങളോട് കൂടിയും ഈ ഹിന്ദുത്വവാദം, ഈ അനാചാരങ്ങൾ പ്രചരിപ്പിക്കുവാനും നിലനിർത്തുവാനും വേണ്ടി 24 മണിക്കൂർ പ്രവർത്തിക്കുന്നു. 127 സംഘടനകൾ, നേരത്തെ പറഞ്ഞ ഹനുമാൻ സേന, ശ്രീരാമസേന മുതൽ RSSന്റെ വിഭാഗമാണ്. വരുന്ന ഹിന്ദു മഹാസഭ ഉൾപ്പെടെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വധിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ RSSകാരല്ല എന്നത്. പിന്നെ ആരാണ് ഹിന്ദു മഹാസഭ? അതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന ഗോഡ്സെ RSSൽ നിന്നും പിൻവാങ്ങിയെന്ന് പറഞ്ഞു. ഹിന്ദു മഹാസഭ ചേർന്ന് പറഞ്ഞു. RSSന്റെ 127 സംഘടനകൾ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലുമായി സർവ സാമ്പത്തിക അധികാരത്തോടു കൂടി കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് അവർക്കുണ്ട്. ആ സമ്പത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന അനാചാരങ്ങൾ പ്രചരിപ്പിക്കുവാനും അത് നിലനിർത്തുവാനും, മാറ്റുവാനല്ല. അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുന്നുണ്ട്, ഇന്ത്യയിലെ പരിഷ്കാരം പറയുന്നുണ്ട്, റിഫോർമേഷൻ പറയുന്നുണ്ട്, റിനൈസൻസ് പറയുന്നുണ്ട്. അതിനൊന്നും അവർ ചെയ്തു കൊടുക്കാതെ ഈ പഴയ കാലത്തിലേക്ക്, ഏത് ശ്രീരാമന്റെ കാലത്തേക്കും അല്ലെങ്കിൽ ശ്രീരാമന്റെ കാലത്തേക്കും അതേപോലെ ശ്രീകൃഷ്ണന്റെ കാലത്തേക്കും തിരിച്ചു പോകണം. മനുസ്മൃതി ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷന് പകരം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ലൈഫ് ടു പറയുന്നുണ്ട്, ലൈഫ്, ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഭരണഘടനയുടെ ചാപ്റ്റർ 3 അനുച്ഛേദം 21 ഭരണഘടന നമുക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ആ മൗലിക അവകാശത്തെയാണ് വളരെ എളുപ്പത്തിൽ ഈ പറയുന്ന ഭക്തി പാരവശ്യം അത് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ ജീവൻ കവർന്നെടുക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ രാജ്യത്ത്, ജനാധിപത്യ രാജ്യമാകുന്ന, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന 146 കോടി 15 ലക്ഷങ്ങൾ അധിവസിക്കുന്ന 15 ലക്ഷം, ചൈനയ്ക്ക് 145 പോലും തികയില്ല. അവർ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൈനയിൽ. അപ്പോൾ ലോകത്തെ 1-ാം നമ്പർ രാജ്യമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജനസംഖ്യ ശരിയായിരിക്കാം, ദാരിദ്ര്യത്തിനും ശരിയായിരിക്കാം. പക്ഷേ അങ്ങനെ ജനസംഖ്യയിൽ ജനാധിപത്യത്തിൽ നമ്മൾക്കുണ്ടായിരുന്ന ജനാധിപത്യ അവകാശങ്ങളെല്ലാം ഓരോ ദിവസവും 24 മണിക്കൂറും ഓരോ 24 മണിക്കൂറിലും നമ്മുടെ ജനാധിപത്യ അവകാശങ്ങൾ കുറഞ്ഞിരിക്കുന്നു. ഒരു സംശയമില്ല. ഇപ്പോൾ ഇന്നലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ധർമ്മസ്ഥലയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, കൽബുർഗിയുടെ ഘാതകരെ, ഈ ശ്രീരാമസേന, ഹനുമാൻ സേന എന്നൊക്കെ പറയുന്ന അവരുടെ ഘാതകരെ, അദ്ദേഹത്തെ വെടിവെച്ചു കൊന്ന ആ ഘാതകരെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടകയിൽ ഏറ്റവും വലിയ സമരത്തിന് നേതൃത്വം നൽകിയത് ഒരു പത്രപ്രവർത്തകയാണ്. സ്വതന്ത്രമായിട്ടുള്ളൊരു പത്രപ്രവർത്തകയാണ്, ഗൗരി ലങ്കേഷ്. ആ ഗൗരി ലങ്കേഷിനെ ഇതേ സംഘം തന്നെ ഒരു സുപ്രഭാതത്തിൽ അവരെ കോട്ടേഴ്സിൽ അവർ താമസിച്ച സ്ഥലത്ത് കയറി അവരെ ഇല്ലാതാക്കി. ഒരു അന്വേഷണം നടന്നു കാര്യമാണ് ഗൗരി ലങ്കേഷ്. അതേപോലെ എത്രയോ പേര് മഹാരാഷ്ട്രയിൽ എന്താണ് പരിഷ്കർത്താവുണ്ട്, നരേന്ദ്ര ദാവോൾക്കർ ഇല്ലാതാക്കി. ഒരു അന്വേഷണം കാര്യമായിട്ട് നടന്നത്. ഇത്തരം സംഭവങ്ങൾ ഇന്ത്യ രാജ്യത്ത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇനി അത് കുറെ കൂടി വർദ്ധിക്കും എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉന്നയിച്ചിരിക്കുന്നൊരാവശ്യം, ഇവിടെ ശ്രീ കെ കുമാരൻ ഉന്നയിക്കുകയുണ്ടായി. നമ്മുടെ ആവശ്യം അത് കൊള്ളാം. അതായത് കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്നത്, അതുകൊണ്ട് ഈ ഉറപ്പാക്കുക അന്വേഷണത്തിൽ ജുഡീഷ്യറിയുടെ, ഞാൻ 44 വർഷമായി ജുഡീഷ്യറിയുടെ ഭാഗമാണ്. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് അയാളെ an officer of the courts. ഇപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് ആണെങ്കിലും അയാൾ എന്താണ്
ആൻഡ് ഓഫീസർ ഓഫ് ദ കോർട്ട്സ്. ആ ഒരു പദവി ഇപ്പോഴുണ്ട്. പക്ഷേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, ജുഡീഷ്യറിയുടെ വാതിലുകൾ കഴിഞ്ഞ 10-11 വർഷമായിട്ട് എക്സിക്യൂട്ടീവ് ഇടിച്ച് കയറി പൊളിച്ചില്ലാതാക്കുന്നത്. ജുഡീഷ്യറിയുടെ വാതിലുകൾ ഇടിച്ച് പൊളിച്ച് അതിലേക്ക് കടന്ന് ജുഡീഷ്യറിയെ ഒന്നുമല്ലാതാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ ഒരു ടൂളായിട്ട് അതിന് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ അപകടകരമായ ഒരു പ്രതിസന്ധിയാണ് ഈ ജുഡീഷ്യറി നേരിടുന്നത്. ഞങ്ങൾ നേരത്തെ ഷെയർ ചെയ്ത സുഹൃത്തുമായിട്ട് അഡ്വക്കേറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകമായിട്ട് ഞാൻ വായിച്ചു നോക്കിയപ്പോഴുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഇന്നലെ തുടങ്ങിയതല്ല. നാഗപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച, നാഗപ്പൂർ യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത് മോഹൻ ഭഗവത് വൈസ് ചാൻസലറായിട്ടുള്ള നാഗപ്പൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന RSSന്റെ കേന്ദ്രം. അവിടെ പഠിച്ച് പുറത്തു വരുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രാക്ടീസ് വാങ്ങി നടത്തി പുറത്തു വരുന്നവരെല്ലാം തന്നെ ഇതിൻ്റെ പ്രചാരങ്ങളായിട്ട് മാറി. അവർ ഹൈക്കോടതികൾ മാത്രമല്ല സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1, 2, 4 പേരുകൾ ഞാൻ പറയാം. SA ബോബ്ഡെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. രഞ്ജൻ ഗൊഗോയും ചെലമേശ്വറും MP ലൂക്കർ നമ്മുടെ കാര്യക്കാരനായ കുര്യൻ ജോസഫ്, 4 പേരും കൂടിയാണ് സുപ്രീം കോടതിയുടെ വരാന്തയിൽ, ഗാർഡനിൽ സുപ്രീം കോടതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസിന്റെ അഴിമതികളെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയത്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട്. ആരൊക്കെയോ ചെലമേശ്വർ കാലത്തിൽ പോയ ഒരു ജഡ്ജാണ്, സത്യസന്ധനാണ്, അപ്രൈറ്റാണ്, ഇന്റഗ്രിറ്റിയുള്ളവരാണ് ചെലമേശ്വർ. മറ്റൊന്ന് രഞ്ജൻ ഗൊഗോയ്, ആസാംകാരൻ. 3 MP ലൂക്കർ, ലോക്കൽ. 4ാമത്തെ ആള് കുര്യൻ ജോസഫ്. അവർ 4 പേരും കൂടി അന്നത്തെ ചീഫ് ജസ്റ്റിസ് നടത്തുന്ന ജുഡീഷ്യറിയിലേക്ക് അനധികൃതമായിട്ട് നടത്തുന്ന കൈകടത്തലുകൾക്കെതിരെ പരസ്യമായി സുപ്രീം കോടതിയുടെ ഗാർഡനിൽ വെച്ച് പത്രസമ്മേളനം നടത്തി എതിർപ്പ് പ്രകടിപ്പിച്ചാണ്. പക്ഷേ രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് ആയപ്പോൾ ഈ പറയുന്ന എക്സിക്യൂട്ടീവിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഒന്നായിട്ട് സ്വീകരിക്കുകയും അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ രാജ്യസഭയിലെ BJP നോമിനി ആയിട്ട് വരികയും. പിന്നെ അങ്ങോട്ടൊരു ശൃംഖല നമുക്ക് കാണാൻ പറ്റും. LV രമണ, സിവിൽ ലിബർട്ടീസ് മൂവ്മെൻറ്റിൽ ആന്ധ്രയിൽ പൗരാവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു നേതാവായിരുന്നു LV രമണ. പക്ഷേ സുപ്രീം കോടതിയിൽ എത്തി ചീഫ് ജസ്റ്റിസ് ആയപ്പോൾ അയാളുടെ നിറവും മാറി, ഭാവവും മാറി, അദ്ദേഹത്തിൻ്റെ പ്രകൃതിയുടെ സ്വഭാവം മാറി, എല്ലാം മാറി. അദ്ദേഹം എക്സിക്യൂട്ടീവിന് കീഴ്പ്പെടുന്ന ഒരു സാഹചര്യത്തിലെത്തി. DY ചന്ദ്രചൂഡ് ഇപ്പോൾ റിട്ടയർ ചെയ്ത സർവേ എടുക്കുന്നതിൽ അവസാനിപ്പിക്കാം. LV ചന്ദ്രചൂഡ് എന്നൊരു ജഡ്ജിലായിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല. 1975-77 കാലഘട്ടത്തിൽ ADM ജബൽപൂർ കേസ് എന്ന് പറയുന്ന ഒരു കേസ് ലോകത്തിൽ പ്രശസ്തമായിട്ട് കേസാണ്. ഇന്ത്യ ചരിത്രത്തിൽ മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ട വലിയ ജഡ്ജിനാണ് ADM ജബൽപൂർ കേസ്. ആ ജബൽപൂർ കേസിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് AN റെയ്ഡൊപ്പം ആ ബെഞ്ചിലുണ്ടായിരുന്ന മറ്റൊരു ജഡ്ജാണ് NY ചന്ദ്രചൂഡ്, HG ബെഗ്, LPN ഭഗവതി, പിന്നെ ഒരാളുണ്ടായിരുന്നു HG ഖന്ന. 5 പേരടങ്ങുന്ന ബെഞ്ചാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചായിട്ട് പ്രവർത്തിച്ചത്. ആ ബെഞ്ചാണ് ADM ജബൽപൂർ കേസ് ഹിയറിംഗ് നടത്തിയത്. ആ കേസിൽ AN അദ്ദേഹമാണ് ഓർഡർ ചെയ്തത് ജഡ്ജ്മെന്റ്സ്. AN ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ ആ ജഡ്ജ്മെന്റിൽ ശരിയാണ്, സാധാരണക്കാരല്ല, എന്നാൽ പോലും ജുഡീഷ്യലുമായിട്ട് ബന്ധമുണ്ടാക്കുന്നത് പറയാനും എൻ്റെ സുഹൃത്ത് മാത്രമല്ല, അഡ്വക്കേറ്റുകൾ വേറെ ഉണ്ടോ? സോറി. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു മധ്യപ്രദേശിലെ ഒരാൾ, ജബൽപൂരിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയപ്പോൾ
നിയമാനുസൃതമായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഏതൊരു പൗരനെയും ഭരണകൂടത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാം, ആരും ചോദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് എക്സിക്യൂട്ടീവ് സ്വീകരിച്ചത്, ഇതിനകം സ്വീകരിച്ചത്. അതിനെതിരെ സുപ്രീം കോടതി കേസ് വന്നപ്പോൾ ഈ പറഞ്ഞ പറഞ്ഞത്, ഈ പറഞ്ഞ ബെഗ് പറഞ്ഞത്, PN ഭഗവതി പറഞ്ഞത്, NV ചന്ദ്രചൂഡ് പറഞ്ഞത്, LY ചന്ദ്രചൂഡ് പറഞ്ഞത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പൗരന്റെ മൗലികാവകാശങ്ങളെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടു. ഏതിനെ എൻഡോഴ്സ് ചെയ്തു? ആരുടെ സമ്മർദ്ദം? അന്നത്തെ ഭരണകൂടത്തിന്റെ സമ്മർദ്ദം. അതിനെ എതിർത്തുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുത്തത് HD ഖന്നമാണ്. ഖന്ന, ആ ഖന്നയുടെ ജഡ്ജ്മെന്റ്, ഡിസെന്റിംഗ് ജഡ്ജ്മെന്റ് ആണ് ഇന്ന് ജുഡീഷ്യറി ഇവിടെ നിലനിൽക്കുന്നതിന് തന്നെ കാരണം. ഈ പറയുന്ന ജുഡീഷ്യറി എന്താ പറയുന്നത്, ജുഡീഷ്യറി നിലനിൽക്കുവാൻ തന്നെ കാരണം. അതുകൊണ്ടാണ് ആ ജുഡീഷ്യറി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ അദ്ദേഹം പറഞ്ഞതുപോലെ, അംബേദ്കർ പറഞ്ഞതുപോലെ മൂന്നിൻ്റെ സ്ഥാനത്ത് നിൽക്കണം. ഒന്ന് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നാലാമതൊരു പില്ലർ കൂടി വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് മീഡിയ. ഇതെല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ ജുഡീഷ്യറി ഇതിൻ്റെ എല്ലാം കാവൽക്കാരനായിട്ട് നിൽക്കേണ്ടി വരുന്നു. പക്ഷേ ആ ജുഡീഷ്യറി ഇന്ന് അല്പം അപകടത്തിലാണ് എന്നാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം യു ആർ ഓൾസോ ദ ടാക്സ് പേയേഴ്സ്, എന്നെ പോലെ തന്നെ നികുതി അടയ്ക്കുന്നവരാണ്. യു ആർ ദ മാസ്റ്റേഴ്സ്, നോട്ട് ദ സർവൻസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ഇവിടെ സിസ്റ്റം തകർന്നിരിക്കുന്നു. ആരോഗ്യരംഗത്ത് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, റോഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സർവ്വരംഗത്തും സിസ്റ്റം തകർന്നിരിക്കുന്നു. സിസ്റ്റത്തെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് തകർന്നിരിക്കുന്നു. ഒരു സാൽവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സാൽവേഷൻ ഉണ്ട്, ഒരു മോചനമുണ്ട്. ആ മോചനം ഞാൻ കാണുന്നത് ഇത്തരം കൂട്ടായ്മകളിൽ കൂടിയാണ്. ഇപ്പോൾ കർണാടക ധർമ്മസ്ഥലയിൽ 100-200 അതിലധികം പെൺകുട്ടികൾ കൊല ചെയ്യപ്പെട്ടു. നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന് ചോദിച്ചാൽ ഇവിടെ കോഴിക്കോടും അതിനെതിരെ ചോദിക്കാൻ ആളുണ്ട്. വിയറ്റ്നാമിൽ ആളുകൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൊറിയയിൽ ബോംബ് സ്ഫോടനത്തിൽ ആളുകൾ മരിക്കുമ്പോൾ മാത്രമല്ല ചോദ്യം ചെയ്യാനുള്ളത്. ഞങ്ങളുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ ധർമ്മസ്ഥലയിൽ ഇതേപോലെ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ചെറിയ പ്രായമാവാത്ത കുട്ടികളെ കൊണ്ടുവന്ന് അവരെ ദേവദാസി സമ്പ്രദായത്തിൽ കൂടി അല്ലെങ്കിൽ മറ്റു സമ്പ്രദായങ്ങളിൽ കൂടി അനാചാരത്തിൽ കൂടി ആചാരത്തിൻ്റെ ഭാഗമായി അവരെ കൊല ചെയ്താൽ, മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ കൊല ചെയ്താൽ ചോദിക്കാൻ ഞാനുണ്ട്, ഞങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് നിലനിർത്തണം. ഇത് തന്നെയാണ് നമ്മുടെ സ്പിരിറ്റും, ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഡിസെന്റ് ഈസ് ഡെമോക്രസി. ഭരണാധികാരികൾ ചെയ്യുന്ന പ്രവൃത്തിയെ എതിർക്കുക, ചോദ്യം ചെയ്യുക, അതിനുള്ള ആ കപ്പാസിറ്റിക്കാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അല്ലാതെ 5 വർഷം കൂടുമ്പോൾ പോയി വോട്ട് ചെയ്യുവാനും അവരെ കിറ്റ് വാങ്ങി, അത് ഏത് പാർട്ടിയുമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിക്കോട്ടെ, അവരുടെ കിറ്റുകൾ വാങ്ങി, അവർ സൗജന്യം വാങ്ങി അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തിൽ കയറ്റുന്ന ആ പ്രക്രിയയ്ക്കല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എതിർക്കുവാനും എന്തെങ്കിലും അരാജകത്വം, അനീതി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള അധികാരം നമുക്കുണ്ട്. ആ അധികാരം തുടരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായി? അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇന്നിപ്പോൾ ഒരു ഭരണാധികാരി വന്നു നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, നാളെ വേറൊരു ഭരണാധികാരി വരുമ്പോൾ ഒരു കൂട്ടർ മാറി നിൽക്കുക എന്നുള്ളതല്ല. ഏത് ഭരണാധികാരി വന്നാലും, എക്സിക്യൂട്ടീവ് വന്നു കഴിഞ്ഞാലും, എക്സിക്യൂട്ടീവിൻ്റെ അധികാരം വിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യുവാൻ ജുഡീഷ്യറി തയ്യാറാവണം, ജനങ്ങൾ തയ്യാറാവണം. അതുപോലെ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കട്ടെ. അതിന് നമുക്ക് ഒത്തൊരുമിച്ച് ശ്രമിക്കാം. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് PUC എന്ന് പറയുന്ന സംഘടനയെ പ്രതികരിച്ചിട്ട് കൂടിയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് 1976 തിഹാർ ജയിലിൽ വെച്ച് ജയപ്രകാശ് നാരായൺ, മൊറാർജി ദേശായി പോലെയുള്ളവരും കൂടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പ്രതിനിധി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ആ ഒരു കപ്പാസിറ്റിയിൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, ജനാധിപത്യം പുലരണമെങ്കിൽ ഇതേ കാര്യമുള്ള കൂട്ടായ്മ ഉണ്ടാകണം. തെരുവിലാണ് ജനാധിപത്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാർലമെന്റിലല്ല, കോടതികളിലല്ല, തെരുവിലാണ് ജനാധിപത്യം യഥാർത്ഥത്തിൽ പൂവിരിയുന്നതും അത് മുട്ടിടുന്നതും പൂവിരിയുന്നതും അത് പുഷ്പിക്കുന്നതും തയ്ക്കുന്നതുമെല്ലാം
തെരുവിലാണ്. ആ തെരുവിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് നമുക്ക് നഷ്ടപ്പെടുന്നുവോ അന്ന് ജനാധിപത്യക്കാരുടെ. ഇപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, നന്ദി, നമസ്കാരം.